ഹായ്. 2025 ഇറങ്ങിയ ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വീര ധീര സുരൻ. ഇത് രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പം മേ ബി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ എടുത്തതായിരിക്കും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ സിനിമ ഒരു നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്രയും വലിയ പ്രത്യേകത കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഒരു നോർമൽ ഒരു സിനിമയായിട്ടൊക്കെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവം ആ നൈറ്റ് തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഇതിന്റെ രചനയും സംവിധാനം ചെയ്തിട്ടുള്ളത് SU അരുൺകുമാറാണ്. അതുപോലെ ഇതിന്റെ നിർമ്മാണം HR പിക്ചേഴ്സിന്റെ കീഴിൽ റിയ ഷിബു ആണ് ചെയ്തിരിക്കുന്നത്. വിക്രം, തുഷാര വിജയൻ, സുരാജ് വഞ്ഞാറമൂട്, SJ സൂര്യ, പാർവതി സതീശൻ, ബാലാജി, ശ്രീജ തുടങ്ങിയ താരങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2.25 മണിക്കൂറോളം ഈ സിനിമ ഉണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ലാഗ് അവിടെ ഒക്കെ തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയാനാണെങ്കിൽ ഒരു പുതുമയൊന്നും ഈ സിനിമയുടെ കഥക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. കാരണം ഒരു വില്ലൻ കഥാപാത്രമുണ്ട്. ആ വില്ലൻ കഥാപാത്രത്തിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. പോലീസ് ഓഫീസർ ആണെങ്കിലും കുറച്ച് വില്ലത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ ഇതിൽ നിന്നും ഈ ഒരു വില്ലൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ വിക്രം സാറിനെ ഇതിൽ കാണിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഒരു ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഫ്ലാഷ് ബാക്ക് ഇതിൽ വരുന്നുണ്ട്. ആള് റിയലി എങ്ങനെ ആയിരുന്നു എന്നുള്ള സംഭവം ചെറിയ രീതിയിലൊരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സുരാജിന്റെ അതേപോലെ അവന്റെ അച്ഛൻ്റെ ഒക്കെ വില്ലത്തരങ്ങൾ കാരണം കൊണ്ട് ഇവരെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ SJ സൂര്യ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹം എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ ആ എൻകൗണ്ടറിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് സുരാജിന്റെ അച്ഛൻ വീണ്ടും നമ്മുടെ വിക്രമിന്റെ അടുത്ത് പോയി കാല് പിടിക്കുന്നുണ്ട്, എൻ്റെ മകനെ രക്ഷിക്കണം, എനിക്ക് ആ ഒരു മകനെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന്റെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. അതും അവരുടെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വിക്രം ഒടുവിൽ അത് ഏറ്റെടുത്തിട്ട് പോലും അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫാമിലി എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം മാറി അദ്ദേഹത്തെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഇദ്ദേഹം വിക്രം നമ്മുടെ SJ സൂര്യയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ചില പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലിടക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒടുവിൽ ഈ പറയുന്ന വില്ലൻ കഥാപാത്രത്തെയും അതേപോലെ നമ്മളെ പോലീസ് ഓഫീസറും എല്ലാവരും മരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം അവന്റെ ഫാമിലിയുമായിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ തുടക്കത്തില്, അതായത് പടത്തിന്റെ തുടക്കത്തിൽ ഒരു ലേഡി ക്വസ്റ്റ്യനായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറയുന്നൊരു സീനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആ സീനിലുള്ള ആ ഒരു സംഭവം ക്ലൈമാക്സിൽ സീനിൽ വീണ്ടും അവർ വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരു എൻകൗണ്ടറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോ കുഴപ്പമില്ല എന്ന് മാത്രമാണ് ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. നമുക്ക് വിക്രമിന്റെ ഒരു മൂവിയാണ്, സുരാജേട്ടനുണ്ട്, കുഴപ്പമില്ല. സുരാജേട്ടന്റെ വില്ലത്തനങ്ങളൊക്കെ കണ്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലൊക്കെ കണ്ടിരിക്കണമെങ്കിൽ കുഴപ്പമില്ലാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിലൊരു നല്ലൊരു സോങ് ഉണ്ട്, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വട്ടം കാണാവുന്ന ഒരു മൂവിയൊക്കെ തന്നെയാണ്. കണ്ടിട്ട് നിങ്ങളും അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.